ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാന്റ് സയൻസ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് മൊളാർ സൊല്യൂഷൻ പ്രിപ്പറേഷൻ എങ്ങനെയാണ് മൊളാർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നോർമൽ സൊല്യൂഷനിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ശോധഗംഗ ഇമ്പോർട്ടൻസ് ഓഫ് ശോധഗംഗ ഇൻ റിസർച്ച്, എന്താണ് ഹിസ്റ്റോഗ്രാം, പിന്നെ എന്താണ് പെർസെൻറ്റേജ് ആൻഡ് PPM, എന്താണ് കാർനോയിസ് ഫ്ലൂയിഡ്, അതിൻ്റെ യൂസ് എന്താണ് സ്മിയർ, എങ്ങനെയാണ് സ്മിയർ പ്രിപ്പറേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ TEM യൂസ് ചെയ്തിട്ട് സ്പെസിമെൻസ് ചേഞ്ച് ചെയ്തിട്ട് വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ്റെ 2 ആപ്ലിക്കേഷൻ, എന്താണ് ഒജീവ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, കളറിമെട്രീൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും മീൻ ഡീവിയേഷൻ്റെയും ഫോർമുല എഴുതാനായിട്ടാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് റിസർച്ച് ഡാറ്റ, ഹൗ ക്യാൻ ഡാറ്റ ഓഫ് റിസർച്ച് ഫൈൻഡിങ് ബി പ്രസൻറ്റഡ്, എങ്ങനെയാണ് റിസർച്ച് ഫൈൻഡിങ്സിൽ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അതുപോലെ കളറിമീറ്റർ റിപ്പീറ്റഡ് ആണ്. അതുപോലെ കാർനോയിസ് ഫ്ലൂയിഡ് അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും എന്തെന്ന് വരുന്നതാണ്, സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് വരുന്നതാണ്. പിന്നെ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് സെൻട്രിഫ്യൂഗേഷൻ്റെ പ്രിൻസിപ്പിള്, കളറിമെട്രി, അങ്ങനെ 4 ക്വസ്റ്റ്യൻ ബയോഫിസിക്സ് എന്ന് വരുന്നതാണ്. ബയോസ്റ്റാറ്റിന്ന് ഏതൊക്കെയാണ്, ബയോസ്റ്റാറ്റിന്ന് വരുന്നത് ബയോസ്റ്റാറ്റി 2 3 ക്വസ്റ്റ്യൻസ് ബയോസ്റ്റാറ്റിന്ന് വരുന്നുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കി കാർനോയിസ് ഫ്ലൂയിഡ് അത് മൈക്രോ ടെക്നിക്കലുള്ളതാണ്. സ്മിയർ പ്രിപ്പറേഷൻ അത് മൈക്രോ ടെക്നിക്കൽ വരുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ TEMൻ്റെ ക്വസ്റ്റ്യൻ അതെന്താണ്, മൈക്രോ ടെക്നിക്കൽ വരുന്നതാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ മൈക്രോ ടെക്നിക്കൽ. അപ്പോൾ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ക്വസ്റ്റ്യൻ പാറ്റേണിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സീലിംഗ് വരുന്നത് ആ ഒരു A പാർട്ടിൽ വരുന്ന സീലിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, 24 മാർക്കാണ് സീലിംഗ് വരുന്നത്. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പാക്റ്റ് ഫാക്ടർ, ജേർണലിൻ്റെ ഇമ്പാക്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ബയോളജിക്കൽ ജേർണൽസിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനും അതിൻ്റെ ഹൈ ഇമ്പാക്റ്റ് ഫാക്ടറുള്ള കുറച്ച് ബയോളജിക്കൽ ജേർണൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് ക്രൊമാറ്റോഗ്രഫീൻ്റെ പ്രിൻസിപ്പിൾ, എന്താണ് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ക്രൊമാറ്റോഗ്രഫി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഫാക്ടറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഹോൾ മൗണ്ട്, മാസറേഷൻ ആൻഡ് സ്മിയർ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, കില്ലിംഗ് ആൻഡ് ഫിക്സിംഗ് പ്രോസസ്സ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, എന്താണ് pH, ആ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിയിൽ വരുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, സയൻറ്റിഫിക് മെത്തഡോളജിയാണ്. അപ്പോൾ സ്റ്റാറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ ഒരു ക്വസ്റ്റ്യനും
പിന്നെ സെൻട്രൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് സ്റ്റാറ്റിൽ നിന്ന് വരുന്നത്. പിന്നെ കില്ലിങ് ആൻഡ് ഫിക്സിങ് മൗണ്ട്, അത് നമ്മുടെ മൈക്രോ ടെക്നിക്കിൽ നിന്ന് വരുന്നതാണ്. PH അതുപോലെ എന്താണ് ക്രോമാറ്റോഗ്രഫി, അത് ബയോഫിസിക്സ് എന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്, എസ്സേ ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തേത് എന്താണ്, മൈക്രോസ്കോപ്പീൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. അത് ബയോഫിസിക്സിൽ വരുന്ന ക്വസ്റ്റ്യനാണ് 10 മാർക്കിൽ വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് വേരിയസ് പാർട്ട് ഓഫ് റിസർച്ച് പ്രൊജക്റ്റ് ആഡ് എ നോട്ട് ഓൺ സോഴ്സ് ഓഫ് റെഫറൻസ്. ആ 2 ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. അതിലൊന്ന് സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്നും ഒന്ന് ബയോ ഫിസിക്സ് നിന്നുമാണ് വരുന്നത്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എനിക്കതൊന്നും ആ കൊറോണയുടെ ആ ഒരു ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടായിരിക്കണം ഇതിനിങ്ങനത്തെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെ ലാസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത്, ഇതിലൊന്നും പ്രയോറിറ്റി ഇതിനാണ്, ബയോഫിസിക്സിനാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. പിന്നെ സയൻറ്റിഫിക് മെത്തഡോളജിത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, എസ്സേയിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തഡോളജി എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനും പ്രോപ്പറായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, പക്ഷേ ഇതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയാണ് 2021 ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2022 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫർദർ ഇതിലേക്ക് പോകാം. 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. എനിക്ക് ആദ്യം കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, അതാണ് പിന്നെ ഞാനത് നോക്കാഞ്ഞത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 24 ഡിസ്കസ് ചെയ്തു, 23 നോക്കി, 21 നോക്കി. ഇനി നമുക്ക് 22 ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്, 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.